ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ചീരയായിട്ടാട്ടോ ഞാൻ വന്നേക്കുന്നത്. ഇത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. മുള്ളൻ ചീര എന്നാണ് പറയണത്. ഇതിന് നിറയെ മുള്ളായിരിക്കും കേട്ടോ. അപ്പോൾ ഈ മുള്ള് നമുക്ക് ഈ ചീര അരിഞ്ഞെടുക്കാൻ ഇതിൻ്റെ ഇലകൾ എടുക്കണം. അതിന് നല്ല പാടാണ്. ഈ മുള്ള് കയ്യിൽ തട്ടാതെ വേണം നമുക്കത് എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കത്രിക വെച്ചിട്ട് ഇങ്ങനെ അടർത്തി എടുക്കലാണ് ചെയ്യുന്നത്. കൈകൊണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തായാലും അത് കൊണ്ട് കയറും കേട്ടോ. നല്ല കൂർത്ത മുള്ളുകളാണ്, നല്ല ഡേഞ്ചറുമാണ്. പക്ഷേ അത്രയും തന്നെ ഇതിന് ഗുണം കൂടുതലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര സാഹസപ്പെട്ട് എന്തിനിപ്പോൾ ഇതെടുത്ത് കറി വയ്ക്കണേന്ന് ചോദിക്കും. പക്ഷേ അത്രയും തന്നെ ഗുണങ്ങളുള്ള നല്ല ഔഷധ ഗുണമുള്ള ഒരു ചീരയാണ് മുള്ളൻ ചീര. ഇതൊന്നും ഇപ്പോൾ കാണാൻ തന്നെ ഇല്ല കേട്ടോ. ഇതൊക്കെ നാട്ടിൽ നിന്നൊക്കെ നാമാവശേഷമായിട്ട് പോയിട്ടുണ്ട്. ഇത് തന്നെ ഇപ്പോൾ ഇതിൻ്റെ ഒരു നല്ലൊരു വെറൈറ്റി അല്ല ഇത്. പണ്ടൊക്കെ വാഴ നടുമല്ലോ, എല്ലാവർക്കും വാഴത്തോട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വാഴയുടെയൊക്കെ ഒരു ചോട് വാഴയെങ്കിലും ഇല്ലാത്ത വീടൊന്നും ഉണ്ടാവില്ല പണ്ടൊക്കെ. അപ്പോൾ ഈ വാഴയുടെയൊക്കെ ചോട്ടിൽ ഇത് തന്നെ ഇങ്ങനെ പിടിച്ചു വരും. അപ്പോൾ നല്ല വളം കിട്ടി ചാണകവും ചാരവും ഒക്കെ കിട്ടുന്നിടത്ത് നിൽക്കണതാണെങ്കിൽ ഇതിങ്ങനെ നന്നായിട്ട് ഒരു ചോട് മതി. അതിൻ്റെ തണ്ട് നല്ല വീർത്തിരിക്കും കേട്ടോ. അതിൻ്റെ ഇളം തണ്ടുമായിരിക്കും, ഇലകളൊക്കെ നല്ല വലിയ ഇലകളായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ചോട് മതി നമുക്ക് ആ ഇളം തണ്ടും ആ ഇലയും കൂടി അരിഞ്ഞിടുമ്പോൾ ഒരു കറിക്കാവും കേട്ടോ അത്. പക്ഷേ ഇതൊക്കെ ചെറിയ ടൈപ്പ്. ഇതൊന്നും അന്നൊക്കെ ആരും മൈൻഡ് ചെയ്യാതെ കാടുകളിലും റോഡരികത്തൊക്കെ നിന്നുകൊണ്ടിരുന്ന ടൈപ്പാണ്. അപ്പോൾ എന്തായാലും ഞാനിത് ഒരു സ്ഥലത്ത് നിൽക്കണം കണ്ടപ്പോൾ അതിൻ്റെ അരി കൊണ്ടുവന്ന് ചട്ടിയിൽ പാവി ഉണ്ടാക്കിയ തയ്യാട്ടത്. അപ്പോൾ കാണാൻ വേണ്ടിയിട്ട് എനിക്കിങ്ങനെ നാമാവശേഷമായിട്ട് പോണതിനെയൊക്കെ കാണുമ്പോൾ ഒരു സങ്കടം. അപ്പോൾ അത് കാണുമെങ്കിലും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കൊണ്ടുവന്ന് നട്ടതാണ്. അപ്പോൾ പിന്നെ ഇലകളായിട്ടുണ്ടായിരുന്നു, അത് കളയണ്ടെന്ന് വിചാരിച്ച് ഞാനത് മുള്ളൊക്കെ കളഞ്ഞ് ഇലകൾ മാത്രമായിട്ട് എടുത്തുകൊണ്ടെന്ന് വെച്ചതാണ്. അപ്പോൾ അത് ഇന്നലെ വൈകുന്നേരം ടെറസിന് മുകളിൽ തന്നെ ഇരുന്ന് ചെയ്തിട്ട് കഴുകി വെള്ളം പോകാനായിട്ട് ഞാനിങ്ങനെ വച്ചായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെയാണ് പിന്നെ ഞാനത് എടുത്തത് കേട്ടോ. അപ്പോൾ ഇന്നലെ വൈകിട്ടാണ് അത് ഞാൻ പറിച്ച് വെച്ചത്. അപ്പോൾ രാവിലെ മക്കൾക്ക് ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ അത് ഒരു മുട്ട ഇട്ടിട്ട് ചിക്കി എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ആദ്യം മുട്ട വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ചുവന്നുള്ളി അരിഞ്ഞതും ഉണക്കമുളകും ഒക്കെ കൂടി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ ചീരയിലിട്ട് ഉപ്പ് ഇട്ടിട്ട് അത് വേവായി വരുമ്പോൾ നമുക്ക് ഈ മുട്ട ചിക്കി വെച്ചേക്കണതും തേങ്ങയും കൂടി ഇട്ടിട്ട് ഇളക്കിയെടുത്താൽ ഈ ഇല പിന്നെ ഒരുപാട് അങ്ങോട്ട് നമ്മൾ സാധാരണ ചീരയില വേവിക്കുമ്പോൾ അങ്ങോട്ട് ഒരുപാട് ചെറുതായി പോവില്ല, അത്ര അങ്ങോട്ട് പോകണില്ല കേട്ടോ. നമുക്ക് അത്യാവശ്യത്തിന് ഉണ്ടായി ഒരു പിടിയേ ഉണ്ടായുള്ളൂങ്കിലും അത് വെന്ത് വരുമ്പോഴും അത് അത്ര കുറഞ്ഞു പോയിട്ടുണ്ടായില്ല. അങ്ങനെ ലഞ്ച് ബോക്സിലേക്കുള്ള ചീരയും മുട്ടയിട്ട് തോരനാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയും കിഴങ്ങേറിയായിരുന്നു കേട്ടോ. പിന്നെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല, ഒരുപാട് ടൈം ആവുമല്ലോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഇവർക്ക് ലഞ്ചൊക്കെ ആക്കിയിട്ട് പിന്നെ കുട്ടികൾ സ്കൂളിലേക്കൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. സ്കൂളിലും കോളേജിലും ഒക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതാട്ടോ മുട്ട ചീര തോരൻ. അപ്പോൾ ഈ മുള്ളൻ ചീര എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ ബുദ്ധിമുട്ടില്ല, ടൈമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്ത് കറി വെച്ചാൽ അത് നമ്മുടെ ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കൊക്കെ നല്ലതാട്ടോ. വാദസംബന്ധമായിട്ടും ശരീരത്തിൻ്റെ ഉള്ളിലെ നീർക്കെട്ടുകൾ കളയാനൊക്കെ നല്ലതാണ്. അത് വെറുതെ നമുക്ക് ആ ഇലയും തണ്ടൊക്കെ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അരിച്ച് ആ വെള്ളം കുടിച്ചാലും മതി കേട്ടോ. അതിനും നല്ല ഗുണം തന്നെയാണ്. പിന്നെ ഉച്ചയ്ക്ക് കറി വയ്ക്കാനായിട്ട് ചെമ്പല്ലി എന്ന് പറയണ മീനാട്ടോ. അപ്പോൾ ഇതിൻ്റെ തോല് ഉരിഞ്ഞ് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ക്ലീനിങ് എളുപ്പമുണ്ടായി. നല്ലൊരു മീനാട്ടോ ഇത്. അപ്പോൾ അത് മസാലയൊക്കെ തേച്ചിട്ട് ഫ്രൈ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇന്ന് വേറെ കറികളൊന്നായിട്ട് വയ്ക്കണില്ല, കുറച്ച് ബാലൻസ് കറികളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഒരു ചമ്മന്തി ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. തേങ്ങയും മാങ്ങയും ഒക്കെ കൂട്ടിയിട്ടുള്ള ചമ്മന്തിയാണ്. പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ട്, വേപ്പില, ഇഞ്ചി, ഉള്ളി ഇതൊക്കെ ഇട്ടിട്ട് ഒരു ചമ്മന്തി അരച്ചതാണ്. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിപ്പോൾ വൈകുന്നേരം ആട്ടോ. അപ്പോൾ ഞാൻ സ്നാക്ക് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നന്നായിട്ട് പഴുത്ത പഴം ഇരിക്കുന്നുണ്ട്, എന്നാൽ പഴംപൊരി ആക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം ഞാൻ ഒഴിച്ചില്ല, അത് നമ്മുടെ അപ്പത്തിൻ്റെ മാവ് 2 സ്പൂൺ ഒഴിച്ചു കൊടുത്തതാണ്. പിന്നെ അതിലേക്ക് മൈദപ്പൊടിയും 1 സ്പൂൺ അരിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് 1 നുള്ളും പഞ്ചസാര 2 സ്പൂണൊക്കെ ഇട്ടിട്ട് ഒരു ബാറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് എള്ളും കൂടി ഇട്ടിട്ട് ബാറ്റർ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പഴം വാങ്ങിയിട്ട് നമുക്ക് പഴുത്ത് പോകുമ്പോൾ അങ്ങനെ പഴുത്ത പഴം വെച്ചിട്ട് പഴംപൊരി ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. നന്നായിട്ട് പഴുത്ത പഴമാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ചെറിയ പഴങ്ങളാണ്. അപ്പോൾ ഞാനത് ചെറിയ പീസുകളാക്കി തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ 3 ആക്കി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇനി അത് മാവിൽ മുക്കിയിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം.
അപ്പോൾ ഓയിലൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ കുറച്ച് ഓയിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. കാരണം ഇത് ഒരുപാട് ഓയിലിൽ അങ്ങോട്ട് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റ് ഈ ചീനച്ചട്ടി നിറച്ച് ആ ഓയിൽ അങ്ങനെ ബാക്കിയിരിക്കും. പിന്നെ അത് വീണ്ടും വീണ്ടും ചൂടാക്കിയിട്ടൊക്കെ എടുക്കണ്ടല്ലോ, അത് കൊള്ളൂലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചിലുണ്ടാക്കിയാൽ മതി. അപ്പോൾ കുറച്ച് ടൈം നിൽക്കണം എന്നുള്ളൂ. നമ്മൾ കുറേശ്ശെയാണല്ലോ നമുക്ക് ഫ്രൈ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ പെട്ടെന്ന് ആവട്ടോ. കനം കുറച്ച് അരിഞ്ഞേക്കണോണ്ട് തന്നെ പെട്ടെന്ന് ഉള്ളൊക്കെ വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഞാനങ്ങനെ പഴംപൊരി ഇങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ പഴംപൊരി ആണെങ്കിൽ അധികം ഒട്ടും തന്നെ എണ്ണ വലിച്ചു കുടിക്കണമൊന്നുമില്ല കേട്ടോ. അതായത് നമ്മൾ ആ ഒഴിച്ച എണ്ണ അങ്ങനെ തന്നെ ഉണ്ട്, വേറെ എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കേണ്ടി വന്നിട്ടില്ല. ഒട്ടും എണ്ണ കുടിക്കാത്ത ടൈപ്പാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലേക്കാണെങ്കിലും അത്ര എണ്ണ കുറച്ചേ പോവുള്ളൂ. അങ്ങനെ പഴംപൊരിയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് പോയവരൊക്കെ നേരത്തെ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സ്കൂളിലും കോളേജിലൊക്കെ ഈ ഓണത്തിൻ്റെയൊക്കെ സെലിബ്രേഷനും പരിപാടികളൊക്കെ കാരണം പിള്ളേർക്ക് ക്ലാസ്സൊക്കെ നേരത്തെ തീരണുണ്ട്. പിന്നെ പരീക്ഷയാണ്. അപ്പോൾ പരീക്ഷ കഴിയുമ്പോൾ തന്നെ വരാമല്ലോ. അങ്ങനെ മോനും വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ പഴംപൊരിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് ഒരു ചായ ഉണ്ടാക്കി. അപ്പോൾ ഇന്ന് മഴയൊന്നുമില്ല കേട്ടോ. ഇന്ന് അപ്പോൾ ചായയും പഴംപൊരിയൊക്കെ കൂട്ടി ഞങ്ങളങ്ങനെ കഴിക്കാനായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മുള്ളൻ ചീര കാണിച്ചില്ലേ, ഞാനപ്പോൾ അത് മുള്ള് കളഞ്ഞ് എടുത്തപ്പോൾ അതിൻ്റെ അരി കളഞ്ഞിട്ടില്ല കേട്ടോ. അരി ഞാൻ വീണ്ടും ഒരു ചട്ടിയിൽ പാവി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്ത ട്രിപ്പ് ഇനി ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ചായയൊക്കെ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.